നമ്മളിപ്പോൾ നിൽക്കുന്നത് മോപ്ലെറ്റിൻ്റെ വാട്സപ്പ് ബിസിനസ് APIൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനുള്ളിലേക്ക് വന്നു വെച്ചാൽ മെസ്സേജ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ എല്ലാം കുറേ ടെംപ്ലേറ്റുകൾ അപ്രൂവൽ എടുത്തിട്ടുണ്ട്. ഇതിൽ യൂട്ടിലിറ്റിയിൽ അപ്രൂവൽ എടുത്തിട്ടുള്ള ടെംപ്ലേറ്റുകളുണ്ട്, മാർക്കറ്റിങ്ങിൽ അപ്രൂവൽ എടുത്തിട്ടുള്ള ടെംപ്ലേറ്റുകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പുതുതായിട്ടൊരു ടെംപ്ലേറ്റ് അപ്രൂവൽ എടുക്കുന്ന സമയത്ത് ക്രിയേറ്റ് ന്യൂ ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ടെംപ്ലേറ്റിന് വേണ്ടിയിട്ട് ഒരു നെയിം കൊടുക്കാം. ഞാനിവിടെ സീസൺ ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ടെംപ്ലേറ്റിന് ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. നെയിം കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ഒരു സ്പേസ് വരുന്നുണ്ടെങ്കിൽ അവിടെ അണ്ടർസ്കോർ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇവിടെ കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ വെച്ചാൽ നമ്മൾക്കിവിടെ 3 ഓപ്ഷൻസാണ് വരുന്നത്: യൂട്ടിലിറ്റി, ഒതൻറ്റിക്കേഷൻ ആൻഡ് മാർക്കറ്റിംഗ്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബില്ലുകളും ഇൻവോയ്സുകളും ഒക്കെ അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെംപ്ലേറ്റ് മെയിനായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടെംപ്ലേറ്റ് ഒതൻറ്റിക്കേഷൻ. ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഈ OTP പർപ്പസുകൾക്കാണ് കൂടുതലായിട്ടും ആ ഒരു ടെംപ്ലേറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. മൂന്നാമത് മാർക്കറ്റിംഗ് ടെംപ്ലേറ്റ്സ്. മാർക്കറ്റിംഗ് ടെംപ്ലേറ്റ്സ് കൂടുതലായിട്ടും നമ്മുടെ ബിസിനസ്സിൻ്റെ ഓഫറുകളും സ്കീമുകളും ഒക്കെ കസ്റ്റമറിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു മാർക്കറ്റിംഗ് മെസ്സേജ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടെംപ്ലേറ്റിൽ അപ്രൂവൽ എടുത്തു കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ കണ്ടന്റ് റീഡ് ചെയ്ത് മെറ്റ തന്നെ മാർക്കറ്റിംഗിലേക്ക് ചേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് മെസ്സേജാണ്. അവിടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്ത് കൊടുത്തു. ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് അല്ല മറ്റ് അതർ ലാംഗ്വേജസിലേക്ക് പോകണമെന്നുണ്ടോ വെച്ചാൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. തൊട്ട് താഴെ ടെംപ്ലേറ്റ് ടൈപ്പ് നമുക്ക് ചോദിക്കുന്നുണ്ട്. ടെംപ്ലേറ്റ് ടൈപ്പിൽ 2 എണ്ണമാണ് ഉള്ളത്. അതിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റും അതേപോലെ തന്നെ മീഡിയ ഇൻട്രാക്റ്റീവും. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടെക്സ്റ്റ് മാത്രമായിട്ടുള്ള മെസ്സേജസ് ആണ് കസ്റ്റമറിലേക്ക് അയക്കുന്നതെങ്കിൽ ഇത് യൂസ് ചെയ്യാം. മീഡിയ ആൻഡ് ഇൻട്രാക്റ്റീവ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമേജസ്, വീഡിയോസ്, PDF ഒക്കെ നമുക്ക് ഹെഡറായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ മീഡിയ ആൻഡ് ഇൻട്രാക്റ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. ഹെഡർ ടൈപ്പിൽ നമുക്ക് വേണ്ട മീഡിയം ചൂസ് ചെയ്യാം. അതിൽ ഞാൻ ഇമേജസ് ആണ് ചൂസ് ചെയ്യുന്നത്. വേറെ നമ്മൾക്ക് ഡോക്യുമെൻറ്റും ഇമേജസും വീഡിയോസും ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിതിൽ ഇമേജസ് ചൂസ് ചെയ്തിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. തൊട്ട് താഴെ സെലക്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ബ്രൗസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഇമേജ് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. തൊട്ട് താഴെ നമ്മുടെ മെസ്സേജ് കണ്ടന്റ് നമ്മൾക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബോഡി ടെക്സ്റ്റിൽ ഞാനൊരു സീസണൽ ഗ്രീറ്റിംഗ്സ് ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് നമുക്ക് ബോൾഡ്, ഇറ്റാലിക് ഒക്കെ ആക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഹാപ്പി ഫെബ്രുവരി എന്നുള്ളത് ബോൾഡ് ആക്കിയിട്ടുണ്ട്. ഈ മെസ്സേജിന് താഴെയായിട്ട് നമുക്ക് പുതിയതായിട്ട് ഒരു ബട്ടൺ വേണമെങ്കിൽ വെക്കാൻ പറ്റും. ഇവിടെ ആഡ് ബട്ടൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഇവിടെ ബോട്ടിലേക്ക് പോകണമെന്നുണ്ടെന്ന് വെച്ചാൽ ക്വിക്ക് റിപ്ലൈ എന്നുള്ള ബട്ടൺ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഒരു വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ബട്ടൺ ലേബൽ വിസിറ്റ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെ കോൾ ടു ആക്ഷൻ URL ചൂസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇവിടെ URL എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോൾ ബട്ടനാണ് വേണമെന്ന് വെച്ചാൽ ഇവിടെ ബട്ടൺ ലേബിളായിട്ട് കോൾ നൗ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ബട്ടൺ വെക്കണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ആദ്യം നമ്മൾക്ക് ഇവിടെ ഫോൺ നമ്പർ വെച്ചു. തൊട്ട് താഴെ നമുക്ക് അടുത്ത ബട്ടൺ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു URLും കൂടെ നമുക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. മൾട്ടിപ്പിൾ ബട്ടൺസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഷോ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ പ്രിവ്യൂ കണ്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് അപ്രൂവൽ കൊടുക്കാം. റിക്വസ്റ്റ് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മെസ്സേജ് അപ്രൂവലിന് പോകും. അപ്രൂവൽ പോയതിന് ശേഷം പിന്നീട് നമുക്ക് മെസ്സേജ് ടെംപ്ലേറ്റ്സ് വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ അപ്രൂവ്ഡ് ആയിട്ട് കാണാം. ഇത് നമുക്ക് അധികം സമയം എടുക്കില്ല. മാക്സിമം നമുക്കൊരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ അപ്രൂവൽ കിട്ടുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു മെസ്സേജസ് നമുക്ക് റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്രൂവിന് പകരം റിജക്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. അപ്പോൾ വീണ്ടും അതിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ അപ്രൂവൽ എടുക്കേണ്ടതായിട്ടുണ്ടാവും.